പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശന്നു കഴിഞ്ഞപ്പോൾ ദൂരെയുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവൻ വിശന്നിട്ട് ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ചെന്നു. അതിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ ഇലയല്ലാതെ മറ്റ് യാതൊന്നും കണ്ടില്ല. ഉടനെ യേശു അതിനോട്, ഇനി മേലാൽ നിന്നിൽ നിന്ന് ആരും ഒരു നാളും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഈ വിഷയം തന്നെ യേശു പിന്നെയും പറഞ്ഞു. യേശു വിശന്നപ്പോൾ അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നു. അത് ഫലം ഒന്നും കാണാതിരിയാൽ ഇനി നിന്നിൽ നിന്ന് ഫലം ആരും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന കാലഘട്ടം ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനും വേണ്ടി ഉള്ളതാണ് എന്ന സത്യം നമ്മൾ മറന്നു കളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ വിഷയങ്ങളുടെ പിന്നാലെ, ഈ ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ ആയുസ് പാഴാക്കി കളഞ്ഞാൽ, നമ്മുടെ കർത്താവ് തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിച്ചു പോകും. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ടോ? കർത്താവ് ഈ ശപിച്ച അത്തിവൃക്ഷത്തിന് തുല്യമായ ഒരവസ്ഥയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അത് നിറയെ ഇലകളോട് കൂടിയ വൃക്ഷമായിരുന്നു. എന്നാൽ ഇത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അത് സകല ഇലകളും പോയി. അത് ഏതാനും ദിവസം കഴിയുമ്പോൾ ഇനി ചുവടെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പലരും വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല കഴിവുണ്ട്, ഞാൻ നല്ല യുവത്വമുണ്ട്, ധാരാളം അത് സ്വത്തുകളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇതൊന്നും വേഗം നഷ്ടമാവുകയില്ല എന്ന് വിചാരിച്ച് ഇന്ന് പലരും ഈ ലോകത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അങ്ങനെ ഓടിയിട്ടുള്ള അനേകരെ കണ്ടിട്ടുണ്ട്. അവരനേകരും മൺമറഞ്ഞു പോയി. ശേഷിക്കുന്നവർ ജോലി ചെയ്യാനോ എഴുന്നേറ്റ് നടക്കാനോ കഴിവില്ലാത്ത വിധത്തിൽ അവർ രോഗികളായി കിടക്കുന്നവരെയും കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പകൽ ഉള്ളിടത്തോളം കാലം എന്നെ അയച്ചവൻ്റെ ജോലി ഞാൻ ചെയ്യേണ്ടതാകുന്നു. എന്നാൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രികാലം വരുന്നു. ഇത് നമ്മെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതെ, നമുക്ക് സമയമുള്ളിടത്തോളം, ആയുസ്സുള്ളിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം ദൈവത്തിന് വേണ്ടി ജീവിക്കുക. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന് വേണ്ടി ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് പാപവഴികളെല്ലാം വിട്ടുപേക്ഷിച്ച് അത് നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് ആ നിത്യ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് അത് യാത്ര ചെയ്യുവാൻ ഓരോരുത്തരും അത് ഉത്സാഹിച്ചു കൊള്ളുവിൻ എന്നുള്ളൊരു ആഹ്വാനം പിന്നെയും അത് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് അത് അറിയിക്കുകയാണ്. അത് യേശു പറഞ്ഞു, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. ദൈവത്തിൻ്റെ ആ വഴിയിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ എല്ലാവരോടും ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.